ഈ പ്രോഗ്രാം എല്ലാം ചെയ്ത് കിട്ടുന്ന പൈസ നീ എവിടെ കൂട്ടി വെക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാം തുണിക്കടക്കാർക്ക് പോവാണ്. ഒരു മാസം കഴിഞ്ഞുകൊണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 2 ലക്ഷം ഉറുപ്പ്യ വേണം. അത്രയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ നല്ല പൈസ വേണം. ക്യാമ്പസിൽ 2 ദിവസത്തെ ഓണപ്പരിപാടിയാണ്. ഒരു ദിവസത്തേക്ക് സാരി ഫിക്സായി, അടുത്ത ദിവസത്തേക്ക് ഞാൻ എന്തിടും? വേറെ വഴിയില്ലാണ്ട് ഞാനും ജുമയിലും കൂടെ മാക്സിലേക്ക് വെച്ച് പിടിച്ചു. ഏറ്റുമാനൂരത്തെ മാക്സ് ശരിക്കും ഏറ്റുമാനൂരല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കാരിത്താസിനടുത്താണ് കേട്ടോ. 3 നിലയിലായിട്ട് അതിവിശാലമായ ഷോറൂം. അങ്ങനെ തെരഞ്ഞ് അഫോർഡബിളും എന്നാൽ ചേരുന്നതുമായിട്ടുള്ള ഒരു ഡ്രസ്സ് കഷ്ടപ്പെട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഡ്രസ്സ് ഏതാന്നുള്ളത് അന്നത്തെ വ്ലോഗിൽ കാണാം. കുറച്ച് ദിവസം മുന്നേ ജുമയില കുറച്ച് ബഡ്ജറ്റ് ഇറക്കിയതുകൊണ്ട് ഇന്ന് എൻ്റെ കൂടെ ബഡ്ജറ്റ് ഇറക്കാൻ കൂടിയില്ല അവൾ. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല പ്രൈസിൽ. പിന്നെ ഞങ്ങൾ വന്ന പർപ്പസ് വേറെ ആയതുകൊണ്ട് മാത്രം സെലക്റ്റഡ് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് ബസ് നോക്കിയിട്ട്. വ്ലോഗ് എടുക്കുന്ന കാര്യത്തിൽ എന്നെക്കാളും മിടുക്കിയാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഐറ്റം. അതുപോലെ ഭയങ്കര സപ്പോർട്ടീവുമാണ്. നിനക്ക് എന്ത് വേണം ഞാൻ എടുത്തു തരാമെന്നാണ് പറയുന്നത്. ഈ വീഡിയോ ഒക്കെ മാഡത്തിൻ്റെ സംഭാവനകളാണ്. അപ്പോഴാണ് ഞങ്ങൾ മാക്സിൻ്റെ പുറകുവശത്തായിട്ട് ഒരു ഗേറ്റ് കണ്ടത്. വീടാവാനാണ് സാധ്യത, പക്ഷേ ആക്ച്വലി നല്ല ഒരു സ്ഥലം അല്ലേ. ടൗൺ ആണ് എന്നാൽ ടൗൺ അല്ല. കണ്ടോ, വീടായിരിക്കണേ. അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത്, എന്നാൽ ആ പ്രോപ്പർട്ടി കൊള്ളാം. അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ബസ് വന്നു. വരുന്ന ബസ്. അതിൽ കയറി ഏറ്റുമാനൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പോഴാണ് മനസ്സിലായത് അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് കിട്ടില്ല എന്ന്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വന്നു. എന്നാൽ പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചേക്കാന്ന് വിചാരിച്ചു. കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഉപ്പ് സോഡ വന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ബസ് കയറാൻ വന്നു. ഈ പള്ളിയുടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാലേ ഞങ്ങൾക്ക് ബസ് കിട്ടും. അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി. ആദ്യമായിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് 1 മണിക്കൂറിൽ തിരിച്ചു വരുന്നത്. ക്രെഡിറ്റ് ഗോസ് ടു ഏറ്റുമാനൂർ മാക്സ്. അപ്പോൾ സന്ധിക്കും വരേക്കും വണക്കം. ഓക്കെ, ബൈ.